COVID-19 എന്ന മഹാമാരി ലോകത്തിൽ മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്താൻ സാഹചര്യം ഒരുക്കുമ്പോൾ നവമാധ്യമങ്ങളിലൂടെ നാം അടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പഠനമുറികളിലും ഇത് ഉപയോഗപ്പെടുത്തുന്നു. നവമാധ്യമങ്ങളിലൂടെ ഈശോയുടെ സന്ദേശം കൊച്ചുമക്കളിലേക്ക് എത്തുമ്പോൾ അവർക്കത് കൂടുതൽ ഹൃദ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി പഠിച്ചൊരുങ്ങി ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാ മതാധ്യാപകർക്കും ഏറെ നേരത്തെ തന്നെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരുമുണ്ട്. അമ്പഴക്കാട് ഫൊറോന ഡയറക്ടർ റോറം ഫാദർ ടോം വടക്കൻ, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചൻ, ഈ സംവിധാനം നമുക്ക് പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട പോളെ അമ്പൂക്കനച്ചൻ, റെക്കോർഡിങ്ങിന് നമ്മെ സഹായിച്ച പാവചിത്ര സ്റ്റുഡിയോ, ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന ഹോളി ഗ്രേസ് സ്കൂളിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീം അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അതോടൊപ്പം തന്നെ അഭിനന്ദനവും അറിയിക്കുന്നു. ഏറ്റവും വിജയകരമായി തീരട്ടെ എന്നുള്ള ആശംസയാണ് ഈ അവസരത്തിൽ നേരാനുള്ളത്. നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുരക്ഷിതരും സന്തോഷവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപത ഈ വർഷം വിശ്വാസ പരിശീലനത്തിൻ്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുരുദർശനം ജീവിത പ്രതിസന്ധികളിൽ എന്നാണ്. നമുക്കറിയാം, നിരവധിയായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കൊറോണ എന്ന വൈറസിന് മുൻപിൽ ലോകം മുഴുവൻ പകച്ചു നിൽക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കിടയിൽ ദൈവത്തെ ദർശിക്കുക, കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ വർഷത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഇടവക പള്ളിയിൽ വന്ന് മതബോധന ക്ലാസ്സിൽ പങ്കെടുക്കാൻ, യേശുവിനെ കുറിച്ചറിയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഭവനങ്ങളാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ കളരി. നമ്മുടെ മാതാപിതാക്കളാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ അധ്യാപകർ. ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ സഹായിക്കാനായിട്ട് അമ്പഴക്കാട് ഫൊറോനയിലെ ഇടവകയിലെ മതാധ്യാപകർ ചേർന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് ഒരുക്കുന്നു. പ്രതീക്ഷ, ദൈവികമായ പ്രതീക്ഷ എന്നർത്ഥം വരുന്ന സ്പെരാൻസ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നിരവധിയായ ജീവിത പ്രതിസന്ധികളിൽ, പരാജയങ്ങളിലും സഹനങ്ങളിലെല്ലാം കൂടെ ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ നമ്മുടെ മക്കളെ സഹായിക്കാനാണ് ഈ വർഷത്തെ വിശ്വാസ പരിശീലനം ലക്ഷ്യം വയ്ക്കുന്നത്. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ആലപിക്കുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. തുടർന്ന് നമ്മൾ വായിക്കുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് നാം നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ നാം ഭയപ്പെടുകയില്ല. ഈ ഒരു തിരിച്ചറിവ് ജീവിതത്തിലെ പരാജയങ്ങളിലും സഹനങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ ദൈവമുണ്ടെന്നൊരു തിരിച്ചറിവ്, ഇത് മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു ഗാനമുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളിലും ഇതെല്ലാം കടന്നു പോകും. ഏത് സഹനങ്ങളിലും, ജീവിതത്തിൻ്റെ ഏത് ദുഃഖവെള്ളിക്ക് ശേഷം ഒരു 3-ാം നാൾ, ഒരു പ്രതീക്ഷയുടെ ഉത്ഥാനമുണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ഈ വർഷത്തെ വിശ്വാസ പരിശീലനം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. സ്നേഹനാഥനായ ഈശോയെ, നല്ലൊരു ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും
അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ഞങ്ങൾ പഠിക്കുന്നതായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെയുമായി എല്ലാവരും പരിചയപ്പെട്ട് കാണും, താതാത്മ്യം പ്രാപിച്ചു കാണും. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലാണ് നമുക്ക് ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അനുഭവിക്കുവാനുമുള്ള അവസരമൊക്കെ കൈവന്നിരിക്കുന്നത്. ഈ അവസരത്തെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്താം. നമ്മൾ 10ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സഭ പ്രേക്ഷിത സമൂഹം എന്നുള്ള പുസ്തകമാണ് നമ്മൾ ഈ വർഷം പരിചയപ്പെടുക, അതിലൂടെ പഠിക്കുക. അതിൽ ഒന്നാമത്തെ പാഠം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്നുള്ളത്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രേക്ഷിതരാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി. പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ പങ്കാളികളാകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമൊക്കെ നമുക്ക് രൂപപ്പെട്ടു വന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മളിന്ന് രണ്ടാമത്തെ പാഠഭാഗത്തിലേക്കാണ് കടന്നു വരിക. രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കുക സഭയുടെ അടിസ്ഥാനപരമായ ദൗത്യം സുവിശേഷ പ്രഘോഷണം എന്നുള്ളതാണ്. സുവിശേഷ പ്രഘോഷണം സഭയുടെ അടിസ്ഥാന ദൗത്യം. സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. എങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് സഭ? ആരാണ് സഭ? ഈ സഭയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. നമ്മളൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട്, കേട്ട അറിവുകളൊക്കെയുണ്ട്. സഭ നമ്മൾ ചിന്തിക്കും, സഭ എന്ന് പറയുമ്പോൾ മെത്രാന്മാർ അല്ലെങ്കിൽ മാർപ്പാപ്പ, മെത്രാന്മാർ, പുരോഹിതർ, സന്യസ്തർ, അങ്ങനെ ഒരു വിഭാഗം ഒരു ഭാഗത്തും, മറിച്ച് അൽമായരായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മളൊക്കെ മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ മറുഭാഗത്തും നിൽക്കുന്ന ഒരു ഘടനയാണ് എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷെ അങ്ങനെയാണോ നമ്മൾ സഭയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെറ്റായ രീതിയാണ്. മാമോദിസ സ്വീകരിച്ച് അല്ലെങ്കിൽ മാമോദിസായുടെ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സഭയിലെ അംഗങ്ങളാണ്, സഭാമക്കളാണ്. അവരെല്ലാവരും സഭയിൽ ഉൾച്ചേർന്നിരിക്കുന്നവരാണ്. അവിടെ ഒരു വേർതിരിവില്ല. മാർപ്പാപ്പ മുതൽ നമ്മളിങ്ങോട്ട് താഴെയുള്ള എല്ലാവരെയും ചേർത്ത് പറയുന്ന പേരാണ് സഭാ സമൂഹം എന്നുള്ളത്. സഭയുടെ ഘടനയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിൽ, അല്ലെങ്കിൽ തുടക്കം മുതൽ മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അങ്ങനെ താഴെ അൽമായര് എന്നുള്ള രീതിയിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉൾച്ചേർന്നതാണ് എങ്കിൽ സഭയുടെ ദൗത്യം എന്ന് പറയുമ്പോൾ ആരുടെ ദൗത്യമാണ്? അത് നമ്മുടെയൊക്കെ ദൗത്യമാണ്, അല്ലേ? സഭയുടെ ദൗത്യം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ദൗത്യമല്ല, നമ്മുടെ ദൗത്യമാണ്. അപ്പോൾ അവിടെ ആ ദൗത്യം നിർവഹിക്കേണ്ടത് ആരാണ്? സഭ ദൗത്യം നിർവഹിക്കണമെന്ന് പറയുമ്പോൾ അത് നിർവഹിക്കേണ്ടത് ആരാണ്? നമ്മളാണ് ദൗത്യം നിർവഹിക്കേണ്ടത്. അവിടെ ദൗത്യവാഹകർ നമ്മളാണ്. അപ്പം നമ്മൾ നിർവഹിച്ചാലാണ് സഭ ഈ സഭയുടെ ദൗത്യം നിർവഹിച്ചു എന്ന് മനസ്സിലാക്കുകയുള്ളൂ. നമുക്ക് നോക്കാം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സുവിശേഷങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സഭയുടെ ഇപ്പോൾ സുവിശേഷ പ്രഘോഷണമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഈ സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കണം, വേണ്ടേ? എന്താണ് സുവിശേഷം? എന്താണ് നമ്മളതേക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈശോയുടെ രക്ഷാകര ചരിത്രമാണ് സുവിശേഷം എന്ന് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൂടെ പഠിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ട്. ദൈവരാജ്യമാണ് അവിടെ പ്രഘോഷിക്കപ്പെടുക എന്നുള്ളതുമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച് ഒരുങ്ങി കടന്നു വന്നവരാണ്. അപ്പോൾ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ, ഈശോയെ പ്രഘോഷിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഈശോയെക്കുറിച്ച്, സഭയെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അറിഞ്ഞാലാണ് നമുക്ക് ഈ പ്രഘോഷണത്തിൽ
സഭയോടെ മറ്റുള്ളവരോടൊപ്പം പങ്കാളികളാകാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോയെക്കുറിച്ച് പറയുവാനായിട്ട് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, സുവിശേഷങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ആരാണ് ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്നത്? സ്നാപക യോഹന്നാൻ അല്ലേ? അതെ, സ്നാപക യോഹന്നാനാണ് ഈശോയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്നത്. സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വേണ്ടി വന്നു, പ്രസംഗിച്ചു, പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? സ്നാപക യോഹന്നാൻ എന്താ സംഭവിച്ചത്? അന്നുള്ളവര് സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചു, അതിനുശേഷം വധിച്ചു കളഞ്ഞു അല്ലേ? ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്, സ്നാപക യോഹന്നാൻ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ആ സാഹചര്യത്തിലേക്കാണ് ഈശോ കടന്നു വരുന്നത്. ഈശോ കടന്നു വന്നു. ഈശോ കടന്നു വന്നതിന് ശേഷം ഈശോ അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് ഈശോ നല്ല സന്ദേശങ്ങൾ നൽകി, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു. അങ്ങനെ കടന്നുപോയി, കുറേ ശിഷ്യരെ തിരഞ്ഞെടുത്തു ഈശോയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ദൗത്യം ആരെയാണ് ഏൽപ്പിക്കുക? ഈശോ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, കൈമാറി കൊടുത്തു ഈ ദൗത്യം. ശിഷ്യന്മാരാകട്ടെ അത് ഇന്ന് നമ്മുടെ സഭയിലേക്ക് ഈ ദൗത്യം പഠിപ്പിക്കാനുള്ള ദൗത്യമൊക്കെ കൈമാറി നമുക്ക് തന്നിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കൈമാറി കിട്ടിയ ദൗത്യം തുടരുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ സഭ ഇനി ശിഷ്യന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സഭ എങ്ങനെയാണ് രൂപീകൃതമായത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ വായിച്ചിട്ടില്ലേ? സുവിശേഷങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ സുവിശേഷം പുതിയ നിയമം എടുത്തു കഴിയുമ്പോൾ അതിൽ 4 സുവിശേഷ ഭാഗങ്ങളാണ് നമ്മൾ കാണുക അല്ലേ? നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദ്യം മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പുസ്തകം ഏതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അല്ലേ? അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് സഭയുടെ രൂപീകരണത്തെക്കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം എന്തൊക്കെയായിരുന്നു? സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യം പ്രഘോഷിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ പഠിപ്പിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ടാണ് സഭ രൂപം കൊള്ളുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിലാണ് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്കറിയാം, നമ്മൾ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാർ ഈശോയുടെ മരണശേഷം എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്? ആകെ പേടിച്ച് അവശരായിട്ടാണ് കഴിഞ്ഞിരുന്നത് അല്ലേ? പേടിച്ച് കഴിയുകയായിരുന്നു, ഭയപ്പാടോട് കഴിയുകയായിരുന്നു. പക്ഷേ അവരൊരു കാര്യം ചെയ്തിരുന്നു. എന്താണ്? പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പെന്തക്കോസ്താ ദിവസത്തിൽ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചതെന്ന് പറയുക? പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേൽ എഴുന്നള്ളി വന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു എന്നാണ് പറയുക. ഈശോ നേരത്തെ കൂട്ടി ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായകനെ അയച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണ് ഈ സഹായകൻ എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവാണ് ഈ സഹായകൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പെന്തക്കോസ്താ ദിവസം ഈ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഓർക്കുന്നില്ലേ വായിച്ചതായിട്ട്? അവർക്ക് ഒരു ധൈര്യം കിട്ടി. അവരുടെ മനസ്സിനൊക്കെ ഒരു കുളിർമയുണ്ടായി, ഒത്തിരി ധൈര്യം സംഭരിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പോഴങ്ങനെ ആ ധൈര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, തങ്ങളുടെ പഴയ കാലത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചു. പെട്ടെന്ന് അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഈശോയെക്കുറിച്ച് അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. അവർ ഈശോയോടൊപ്പമായിരുന്ന ആ സമയത്തെക്കുറിച്ച് അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. എന്തൊക്കെയാണ് ഈശോ അവരെ പഠിപ്പിച്ചിരുന്നത് എന്ന് അവരുടെ ഓർമ്മയിലേക്ക് വന്നു. എന്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനങ്ങൾക്ക് നൽകി എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അവരുടെ ഓർമ്മയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഈശോ അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ ഓർമ്മയിലേക്ക് വന്നു. ഇതൊക്കെ ഇങ്ങനെ അവരുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പത്രോസ് ശ്ലീഹ മറ്റു ശ്ലീഹന്മാരോടൊപ്പമൊക്കെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ടോ അന്നവിടെ നമുക്കറിയാം ഒത്തിരിയേറെ പെന്തക്കോസ്താ തിരുനാൾ ദിവസമാണ്. ഒത്തിരിയേറെ ജനങ്ങൾ അവിടെ ഒത്തുചേർന്നിട്ടുണ്ട് ആരാധനയ്ക്കായിട്ട്.
അപ്പോൾ ആ സമയം എന്ത് ചെയ്തു? ഈ ആവേശം ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയെക്കുറിച്ച് അനുഭവിച്ച കാര്യങ്ങൾ, ഈശോയുടെ ഒപ്പമായിരുന്ന കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അവരവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്, ആവേശത്തോടെ എഴുന്നേൽക്കുകയാണ് ചെയ്യുക. അതാണ് അവിടെ സംഭവിച്ചത്. ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളൊക്കെ സിനിമയ്ക്ക് പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നവരുണ്ടാകാം. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഒരു ദിവസം സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? പിറ്റേ ദിവസം ആ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരോട് ഭംഗിയായിട്ട് പറഞ്ഞ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ആവേശമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക, അല്ലേ? അതല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്ക് പോയി എന്ന് വെക്കുക. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് ചെയ്യുക? കൂട്ടുകാരോട് ആ യാത്രയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആവേശത്തോട് കൂടിയിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ കൂട്ടുകാരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുക. അത് വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട്, ഒന്നും വിട്ടുപോകാതെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. സിനിമയുടെ കഥകളൊക്കെ ആണെങ്കിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. ഇത് കേട്ട് കഴിയുമ്പോഴോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്താ തോന്നുക? ഒരു സിനിമ കണ്ട പ്രതീതിയായിരിക്കും, അവർക്കും അതിലേക്ക് ലയിച്ചു പോകും. അത്തരത്തിലായിരിക്കും നമ്മൾ അങ്ങോട്ട് അവതരിപ്പിക്കുക. അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോഴോ അത് കേട്ട് കഴിയുമ്പോൾ അവർക്കും ഒരു യാത്ര പോയി കഴിഞ്ഞ രീതിയിലുള്ള ഒരു പ്രതീതിയിലേക്ക് ജനിപ്പിക്കാവുന്ന തരത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഏറെ താല്പര്യത്തോടെ എങ്ങനെ പറഞ്ഞ് അവരുടെ മുഖഭാവം കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കും. ഇത് കേട്ട് കഴിയുമ്പോൾ അവരും സിനിമ കണ്ട പ്രതീതിയായിരിക്കും. അവർക്കും അല്ലെങ്കിൽ പറയും വീട്ടിൽ പോയിട്ട് മാതാപിതാക്കളോട് പറയും എനിക്കും ഇന്ന് ആ സിനിമയ്ക്ക് പോകണം എന്ന് പറയാനുള്ള ഒരു പ്രചോദനത്തിലേക്ക് അവരെ നിങ്ങൾ കൊണ്ടുവരും. അല്ലെങ്കിൽ എനിക്കും ഒരു യാത്രയ്ക്ക്, വിനോദയാത്രയ്ക്ക് പോകണമെന്ന് പറയാനുള്ള കാഴ്ചപ്പാടിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കും, അല്ലേ? അങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. എന്നിട്ടോ അവർ പോകും. ഇത് പറഞ്ഞ പോലെ അപ്പോൾ ഈ ശിഷ്യന്മാരിവിടെ എന്ത് സംഭവിച്ചേ? ശിഷ്യന്മാർക്ക് ഈശോയെ അനുഭവിച്ചവരാണ് അവർ, അല്ലേ? ഈശോയുടെ ഒപ്പമായിരുന്നവരാണ് അവർ. 3 വർഷക്കാലം ഈശോയോടൊപ്പം നടന്നിരുന്നവരാണ്. അപ്പോൾ അന്ന് ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചിട്ട്, ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച്, ഈശോ പഠിപ്പിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടുള്ള വെമ്പൽ അങ്ങനെ ആഗ്രഹിച്ചു ചാടി എഴുന്നേറ്റ് പത്രോസ് അവരുടെ കൂടെ ഇരുന്നവരോട് എന്ത് പറഞ്ഞു? ഈശോയെക്കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരോട് മുഴുവൻ അങ്ങോട്ട് ധൈര്യപൂർവ്വം ആവേശത്ത്, അത്ര നേരം പേടിച്ചിരുന്ന സ്ലിഹന്മാർ, പത്രോസ് സ്ലിഹയൊക്കെ എന്ന് പേടിച്ചിരുന്നവർ ഈ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ പ്രചോദനം കൊണ്ട് എന്തായി സംഭവിച്ചു? അവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് പുറത്തിറങ്ങി ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ഈശോയെക്കുറിച്ച് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെക്കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ എത്ര ആവശ്യത്തോടെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? അവരുടെ ആവശ്യം കൊണ്ട് ആ ആവശ്യത്തിൽ ഈശോയെക്കുറിച്ച് ഒത്തിരിയേറെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഈശോയുടെ പഠനങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരൊക്കെ, ഇത് കേട്ടവരൊക്കെ ആശ്ചര്യഭരിതരായി മാറുകയാണ് ഉണ്ടായത്. ഈശോയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ, ആ വചനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അതിയായ സന്തോഷവും ഈശോയെ സ്വീകരിക്കാനുള്ള ആഗ്രഹവും ആവേശവും ഒക്കെ അവരുടെ മനസ്സിലും ഉണ്ടായി. അങ്ങനെ അവരപ്പോൾ എന്ത് ചെയ്തു? ശിഷ്യരോട് പറഞ്ഞു, പത്രോസിനോടൊക്കെ പറഞ്ഞു, പത്രോസ്ലിഹയോടൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കും വേണം ക്രിസ്തുവിനെ. നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഞങ്ങൾക്കും വേണം. എന്താണ് ഞങ്ങൾ അതിന് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് വളരെ ആവശ്യത്തോടെ അവർ പറയുകയാണ് അവിടെ. അങ്ങനെ അവർ ഈശോയെ സ്വീകരിക്കാൻ തയ്യാറി കഴിഞ്ഞപ്പോൾ പത്രോസ്ലിഹ അവർക്കൊക്കെ സ്നാനം നൽകി അവരെ എന്ത് ചെയ്തു? ഒരു സഭാ സമൂഹമായിട്ട് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ അന്നത്തെ ആ പ്രസംഗത്തോടു കൂടിയിട്ടാണ് ആദിമ ക്രൈസ്തവ സഭാ സമൂഹം രൂപം കൊള്ളുന്നത്. സഭയുടെ പിറവി അവിടെയാണ്. അപ്പം ഇത്തരത്തിൽ ഈശോയെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ, ഈശോയെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവിടെ ഒരു സഭാ സമൂഹം തന്നെ രൂപം കൊണ്ടു. അപ്പോൾ സ്ലിഹന്മാർക്കൊക്കെ മനസ്സിലായി എന്താണ്? ഞങ്ങൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കും. ഈശോ പറഞ്ഞത് വളരെയേറെ സത്യമാണ്. ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത്രയും ദിവസം ചെയ്യാതിരുന്നത് വളരെ മോശമായിപ്പോയി. എന്ത് ചെയ്യണം ഇനി? ഈശോ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് പ്രസംഗിക്കേണ്ട, പ്രവർത്തിക്കേണ്ട സമയം ആയി എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു? സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്, പ്രസംഗിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ലോകത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവർ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നുപോയത്, ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിലും പോയി സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് ഭാരതത്തിലേക്കും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കടന്നു വന്നു ഒരു വ്യക്തിത്വമുണ്ട്. ആരായിരിക്കും അത്?
ഭാരതത്തിലേക്ക് കടന്നു വന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മ വരുന്നുണ്ടല്ലോ. തോമാസ് ലീഹ അല്ലേ? തോമാസ് ലീഹ അങ്ങനെ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്, താൻ കണ്ടുമുട്ടിയ ഈശോയുടെ, താൻ അനുഭവിച്ച ഈശോയെ പകർന്നു നൽകുവാനായിട്ട് അങ്ങനെ ഭാരതത്തിലേക്ക് കടന്നു വന്നു. ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ട് തോമാസ് ലീഹായും എന്ത് ചെയ്തു? ഈ ഈശോയുടെ സുവിശേഷം ഇവിടെ പ്രചരിപ്പിക്കുവാനായിട്ട്, ഇവിടെ കണ്ട ജനങ്ങളോട് മുഴുവൻ പറയുവാനായിട്ട് താല്പര്യം കാണിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭാരതത്തിലും സഭയുടെ വേരുകൾ വളരാൻ തുടങ്ങി. അങ്ങനെ സഭ ഇവിടെയും രൂപീകൃതമായി. ഭാരതത്തിലും സഭാസമൂഹം വളർന്നു വന്നു. അങ്ങനെ കേരളത്തിലും ക്രൈസ്തവ സഭാസമൂഹം തന്നെ ഇവിടെ വളർന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് സഭ രൂപപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുക സഭ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ടാണ് സഭ രൂപീകൃതമായത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് സഭ രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സഭ, അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് സഭ രൂപീകരിക്കപ്പെട്ടു, സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലീഹന്മാർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, സുവിശേഷ വേല ചെയ്തു, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സഭ രൂപീകൃതമായതിനു ശേഷം സഭയുടെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് രൂപരേഖകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ച് നമ്മളായാലും ഒരു സംഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചിട്ട്. അപ്പോൾ സഭയെക്കുറിച്ച് മനസ്സിലാക്കിയാണ് സഭയുടെ ഒരു ദൗത്യമായിട്ട് ഈ സുവിശേഷ പ്രഘോഷണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഈ സുവിശേഷ പ്രഘോഷണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. സഭ സുവിശേഷ പ്രഘോഷകയായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണം ചെയ്യേണ്ടത് എങ്ങനെ? 2 തരത്തിലാണ് ഈ സഭ സുവിശേഷ പ്രഘോഷണം ചെയ്യുക. സുവിശേഷ പ്രഘോഷകയായിട്ടുള്ള സഭ സുവിശേഷ പ്രഘോഷണം ചെയ്യുക 2 തരത്തിലാണ് ഇത്തരത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുക സഭ. ഒന്ന്, സുവിശേഷ പ്രഘോഷണം നടത്തുക സഭയ്ക്ക് അകത്ത് തന്നെ, സഭയുടെ ഉള്ളിൽ തന്നെയാണ് സുവിശേഷ പ്രഘോഷണം നടത്തുക. മറ്റൊന്ന്, സഭാമക്കൾ അല്ലാത്തവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്, ഈശോയെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ സഭയ്ക്ക് ഉള്ളിലും സഭാമക്കളായിട്ടുള്ള എല്ലാവരിലും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതും, സഭയ്ക്ക് പുറത്ത് സഭാമക്കളല്ലാത്തവരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതും, അങ്ങനെ 2 തരത്തിലാണ് ഈ ദൗത്യം സഭ നിർവഹിക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സഭയ്ക്ക് ഉള്ളിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സഭാമക്കളുടെ ഇടയിൽ വീണ്ടും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളൊക്കെ മാമോദിസ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴെന്താണ് വിശ്വാസം സ്വീകരിച്ചു, സഭയിലെ അംഗങ്ങളൊക്കെ ആയി മാറി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതോടുകൂടിയിട്ട്, ഒരു മാമോദിസ മുക്കിയതോടുകൂടിയിട്ട് നമുക്ക് സഭയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് നേടിയിട്ടുണ്ടാകുമോ? ഇല്ല, കിട്ടിക്കാണല്ലോ, ഒരിക്കലും കിട്ടില്ല. അതെങ്ങനെ? നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന്, നമ്മൾ വളരുന്ന സമൂഹത്തിൽ നിന്നൊക്കെയാണ് ഈ അറിവുകൾ കിട്ടുക. അപ്പോൾ ഈ അറിവ്, ശരിയായ രീതിയിലുള്ള അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മളെ പഠിപ്പിക്കണം. സഭയിലുള്ളവരെ നമ്മളിനിപ്പോൾ കൊച്ചായിരിക്കുമ്പോൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ കുറച്ച് യുവാവും യുവതിയും ഒക്കെ ആയി കഴിയുമ്പോൾ ഇനി പഠിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഠനമൊന്നും പൂർത്തിയാകുന്നില്ല. അതെല്ലാ കാലത്തും വേണം. സഭയിലൊരു നവീകരണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സഭയിലെക്കാലത്തും പഠനങ്ങളും പഠിപ്പിക്കലുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള പഠനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ സഭയ്ക്കുള്ളിൽ എന്നും സുവിശേഷ പ്രഘോഷണം ആവശ്യമാണ്. അതൊരിക്കലും നിർത്താൻ കഴിയുന്ന ഒന്നല്ല. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണമെന്ന് മാത്രം. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇപ്പം നമ്മളിവിടെ ക്ലാസ്സിലിരിക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ വർഷം ക്ലാസ്സിലിരുന്ന പോലെയാണോ ഇരിക്കുന്നത്? അല്ല. അന്നെന്താ ചെയ്തിരുന്നത്? നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അധ്യാപകനുമായിട്ട് ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ച് എങ്ങനെ ഇരുന്നു, ഈശോയെക്കുറിച്ച് പഠിച്ചു, സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് കണ്ട് കേട്ടൊക്കെ മനസ്സിലാക്കി നമ്മൾ 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് ദിവ്യബലിയിൽ പങ്കെടുത്ത്, വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇപ്പോഴോ? ഇപ്പം നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് ഈ കാലഘട്ടത്തിൽ നമുക്കെന്ത് സംഭവിച്ചു? ഒരു മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ, ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് മുറിക്ക് ഉള്ളിൽ ഒതുങ്ങിയിരുന്നിട്ട് പഠിക്കാൻ, ഈശോയെ മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതി നമുക്ക് നമ്മുടെ സുവിശേഷ പ്രഘോഷണം നിർത്തിവെക്കാൻ പറ്റൂ? അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, സഭയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ സഭാമക്കളായ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അതിനുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചു, അത് സ്വീകരിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ നമ്മൾ എന്തായി? ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ രൂപപ്പെട്ടു വന്നു, അതിലേക്ക് കടന്നു വരേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പോൾ ഇക്കാലഘട്ടത്തിൽ നമ്മൾ സഭയിൽ അല്ലെങ്കിൽ സുവിശേഷം മനസ്സിലാക്കേണ്ടത്,
സഭാമക്കളായിട്ടുള്ള എല്ലാവർക്കും സുവിശേഷം പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ്. അതുകൊണ്ടാണ് സഭാമക്കൾക്ക് എല്ലാവർക്കും സുവിശേഷം പറഞ്ഞു കൊടുക്കണം, എല്ലായ്പ്പോഴും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുമ്പോൾ സഭാമക്കളാൽ അല്ലാത്തവരിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവരാരാണ്? എല്ലാവരും ക്രൈസ്തവരാണോ? അല്ല. മാമോദിസ മുങ്ങി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരാണോ? ഒരിക്കലുമല്ല. അവിടെ എല്ലാ മതവിഭാഗത്തിലും പെട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം നമ്മുടെ ക്ലാസ്സിൽ. ഹൈന്ദവരുണ്ടായിരിക്കാം, മുസ്ലിം സഹോദരങ്ങളുണ്ടായിരിക്കാം, സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഈശോയെ അറിഞ്ഞവരാണോ? അല്ല. എല്ലാവരും ഈശോയെ നമ്മളെപ്പോലെ അനുഭവിച്ചവരാണോ? അല്ല. നമുക്ക് മാമോദിസ സ്വീകരണത്തിന് ശേഷം സഭയിൽ കുദാശകളുണ്ട്. ഓരോ കാലഘട്ടത്തിലും, വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഈശോയെ കൂടുതലായിട്ട് അടുത്തറിയുവാനായിട്ട് എന്തുണ്ട്? നമുക്ക് കുദാശകളുണ്ട്. അപ്പോൾ ഈ കുദാശകളിലൂടെ സൈലലേപനം സ്വീകരിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരം സ്വീകരിക്കുന്നു. അത്ര പേര് നമ്മളിപ്പോൾ എത്തിയല്ലേ. അപ്പോൾ ഈ നമ്മുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഈശോയെ കൂടുതലായിട്ട് അറിയാൻ ഇങ്ങനെ കുദാശകളുണ്ട് സഭയിലൊക്കെ. മറ്റുള്ളവർക്കോ, നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള മറ്റുള്ളവർക്ക് ഈശോയെക്കുറിച്ച് അറിയാൻ കഴിയുമോ? അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മളെന്താണ്, ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ സഭാ സമൂഹത്തിന് മാത്രം ഈശോയെ മനസ്സിലാക്കണമെന്നാണോ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഒരിക്കലുമല്ല. മറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് സകല ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്നാ പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് സദ്വാർത്ത. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇത് മറ്റുള്ളവരോടും കൂടെ പറയുവാനായിട്ട് തയ്യാറാകണം, മറ്റുള്ളവരിലേക്കും കൂടെ സുവിശേഷം എത്തിക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ എന്ത് വേണം? സഭകളിൽപ്പെട്ട സഭാമക്കളല്ലാത്തവരുടെ ഇടയിലേക്കും ഈ സുവിശേഷം പറഞ്ഞു കൊടുക്കണം, ഈശോയെ പ്രഘോഷിക്കണം. അതിങ്ങനെ പഠിപ്പിക്കലിലൂടെ മാത്രമായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, എല്ലായ്പ്പോഴും പഠിപ്പിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അത് നല്ല ജീവിത മാതൃകകൾ പകർന്നു കൊടുക്കുമ്പോൾ അവർ നമ്മെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഒരു ക്രൈസ്തവനാണ് കേട്ടോ, ക്രിസ്ത്യാനിയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ജീവിതത്തിൽ ഇത്തരത്തിൽ എല്ലാവരാലും ആകർഷണമായിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ആകർഷണം അവന് കിട്ടുന്നത്, എല്ലാവരുടെയും അവൻ നല്ലവനാണ് അല്ലെങ്കിൽ അവൾ നല്ലവനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം, കമൻറ്റുകൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് അവർ അനുഭവിച്ചറിഞ്ഞ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിലാണ് അവർ വളരുന്നത്. ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ, നമുക്കൊക്കെ ഓരോരുത്തർക്കും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്നതിലൂടെയാണ് അവർ വളരുക. അപ്പോൾ ആ സ്നേഹത്തിൽ വളരുന്നത് കൊണ്ടാണ് അവർക്കൊക്കെ ആ ഈശോയെ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇത്രമാത്രം നമ്മൾ സ്നേഹിക്കാൻ, ശത്രുക്കളെ പോലും സ്നേഹിക്കാനായിട്ട് അവർക്ക് കഴിയുന്നത്. എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ ഉണ്ടാക്കുമ്പോഴും അവർ നമ്മോട് കുഴപ്പമില്ല, സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴും അതും സുവിശേഷ പ്രഘോഷണമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സുവിശേഷം രണ്ട് തരത്തിലൂടെയാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുക. സഭയ്ക്ക് അകത്തുള്ളവരെയും സുവിശേഷം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തുള്ളവരിലെയും സുവിശേഷം നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങൾ, ഈ പാഠത്തിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സുവിശേഷ പ്രഘോഷണമാണ് സഭയുടെ അടിസ്ഥാന ദൗത്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? നമ്മൾ സഭാമക്കളായിട്ടുള്ള നമ്മളെല്ലാവരും നമ്മൾ സഭയിലെ അംഗങ്ങളായതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കി. ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ടാണ് സഭ രൂപം കൊണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആ സഭ സുവിശേഷ പ്രഘോഷകയായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷകയാകുക? രണ്ട് തരത്തിൽ സുവിശേഷം പ്രസംഗിച്ചതിലൂടെയാണ് സഭ സുവിശേഷ പ്രഘോഷകയായി മാറുന്നത്. ഒന്ന് സഭയ്ക്ക് അകത്തുള്ള സുവിശേഷ പ്രഘോഷണവും, രണ്ടാമത്തേത് സഭാമക്കൾ അല്ലാത്തവരിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. പാഠപുസ്തകങ്ങൾ നന്നായിട്ടൊന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ശേഷം അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സുകളിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത്രയും കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.